നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജേക്കബിന് VSന്റെ പിന്തുണ. ജേക്കബ് തോമസിനെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന ശുപാർശ പകപോക്കലെന്ന് VS. ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭരണപരിഷ്കാര കമ്മീഷന്റെ കുറിപ്പ്. അറസ്റ്റിലായ പത്മകുമാർ IASനെതിരെ ചീഫ് സെക്രട്ടറി നടപടിയെടുത്തില്ലെന്നും ആക്ഷേപം. വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഉന്നതതല അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തത് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ നടത്തിയ ക്രമക്കേടിൽ. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ അന്വേഷണം സുതാര്യമാകില്ലെന്നും SM വിജയാനന്ദ്. റിപ്പോർട്ടിനെ തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടി മുഖ്യമന്ത്രി. ആരോപണം ഉയർന്നിട്ടും ജേക്കബ് തോമസിനെ സംരക്ഷിക്കുന്ന പിണറായിയുടെ നിലപാടിൽ IAS ഉദ്യോഗസ്ഥർക്കും അതൃപ്തി. പണിമുടക്ക് ഭാഗികം. KSRTCയിൽ ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയ സൂചനാ പണിമുടക്ക് ഭാഗികം. CITU ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനെ തുടർന്ന് ദീർഘദൂര സർവീസുകൾ മുടങ്ങി. സമരം ഗതാഗത മന്ത്രി ഇന്നലെ വിളിച്ചു ചേർത്ത അനുരഞ്ജന ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ മാസം 7 മുൻപ് ശമ്പളം നൽകാമെന്ന മന്ത്രി AK ശശീന്ദ്രന്റെ വാഗ്ദാനം ചെവിക്കൊള്ളാതെ സംഘടനകൾ. കഴിഞ്ഞ മാസത്തെ ഉറപ്പുകൾ പാലിക്കാത്ത മന്ത്രിയെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ജീവനക്കാരുടെ ചോദ്യം. അതേസമയം സൂചനാ പണിമുടക്ക് അനാവശ്യമെന്ന് ഗതാഗത മന്ത്രി. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മിക്കതും പരിഹരിച്ചു. ഇനിയും ധാരണയാകാത്തത് എന്ത് കാര്യത്തിലെന്ന് അറിയില്ലെന്നും AK ശശീന്ദ്രൻ. കുരുക്കിലായ കലാലയം. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിയത് ഗവേണിംഗ് കൗൺസിലിന്റെ അനുമതിയോടെയെന്ന് വെളിപ്പെടുത്തൽ. ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മിനിറ്റ്സിൽ ചട്ടങ്ങൾ പാലിച്ചായിരുന്നു എന്നും പരാമർശം. അതേസമയം ലഭിച്ച രേഖകൾ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ADM. മാനേജ്മെന്റ് നിലപാടിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വേണ്ടത് മന്ത്രിതല ചർച്ചയെന്ന് വിദ്യാർത്ഥികൾ. ജില്ലാ ഭരണകൂടവുമായി സമവായ ചർച്ചകൾക്കില്ലെന്നും സംയുക്ത സമരസമിതി. ADMന് മുന്നിൽ ഇന്നലെ മാനേജ്മെന്റ് നൽകിയത് ലക്ഷ്മി നായർ രാജിവെക്കുകയോ അവരെ പുറത്താക്കുകയോ ചെയ്തിട്ടില്ലെന്ന വിശദീകരണം. അതിനിടെ പ്രശ്നത്തിൽ തുടർ നടപടികൾക്ക് വേഗം കൂട്ടി സർവകലാശാല. ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച അടിയന്തര സിൻഡിക്കേറ്റ് യോഗം. നേരത്തെ ഈ മാസം 10-ന് ചേരാൻ നിശ്ചയിച്ചിരുന്ന യോഗം നേരത്തെയാക്കിയത് സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നെന്ന് സൂചന. മരണത്തിൽ ദുരൂഹത. അഹമ്മദ് MPയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. മരണത്തിലെ ദുരൂഹത അകറ്റാൻ പ്രത്യേക സമിതി അന്വേഷിക്കണമെന്ന് കേരള MPമാർ. സർക്കാർ നിലപാട് മനുഷ്യത്വരഹിതമെന്ന് മല്ലികാർജുൻ ഖാർഗെ. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രൻ നൽകിയ അടിയന്തര പ്രമേയത്തിൽ അനുമതി നിഷേധിച്ച സ്പീക്കർ. പാർലമെന്റിൽ കുഴഞ്ഞുവീണ അഹമ്മദിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നെന്നും ഇക്കാര്യം അധികൃതർ രഹസ്യമാക്കി വെച്ചെന്നും ആരോപണം. എന്നാൽ MPയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് ആശുപത്രി അധികൃതർ. ആരോഗ്യസ്ഥിതിയും ചികിത്സാ വിവരങ്ങളും മക്കളെ അറിയിച്ചിരുന്നുവെന്നും വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.